നമസ്കാരം. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും തിരിച്ചടിയായത് എക്സാലോജിക് കമ്പനിയുമായുള്ള ഇടപാടിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനെതിരായ ഹർജിയിൽ വിധി പറയാതെ ഡൽഹി ഹൈക്കോടതി ജഡ്ജി സ്ഥലം മാറിയ നടപടി. ജസ്റ്റിസ് ചന്ദ്രധാരി സിംഗ് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറിയതോടെ വിഷയം പുതിയ ബെഞ്ചിന് മുന്നിലെത്തി. ഇതാണ് അതിവേഗ കുറ്റപത്രത്തിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തിച്ചത്. SFIO അന്വേഷണത്തിനെതിരെ 2022 കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെ ലിമിറ്റഡ് അഥവാ CMRL ഹൈക്കോടതിയെ സമീപിച്ചത്. എക്സാലോജിക് സൊല്യൂഷൻസ്, CMRL, സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ എന്നിവയ്ക്കെതിരായ അന്വേഷണം പൂർത്തിയായി. SFIO 2024 ഡിസംബറിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഡിസംബർ 23 ജസ്റ്റിസ് ചന്ദ്രധാരി സിംഗ് വാദം പൂർത്തിയാക്കി വിധി പറയാൻ മാറിയിരുന്നു. ഇദ്ദേഹത്തിന്റെ സ്ഥലമാറ്റത്തിനുള്ള സുപ്രീംകോടതി കൊളീജിയം നവംബറിലാണ് ശുപാർശ ചെയ്തത്. ഇതോടെയാണ് ഹർജിയിൽ പുതിയ ജഡ്ജി വീണ്ടും വാദം കേൾക്കേണ്ട സാഹചര്യമുണ്ടായത്. ഇതും അനുകൂലമാകുമെന്നും കേസ് നീളുമെന്നായിരുന്നു പിണറായിയുടെ പ്രതീക്ഷ. പക്ഷേ എല്ലാം അസ്ഥാനത്തായി. പുതിയ ജഡ്ജി കേസിൽ സ്റ്റേ അനുവദിച്ചിട്ടില്ലെന്നാണ് കേസ് നിർണായക ഘട്ടത്തിലേക്ക് പോകാൻ കാരണമായത്. എക്സാലോജി കമ്പനിയുമായുള്ള ഇടപാടിലെ SFIOയെ അന്വേഷണത്തിനെതിരായ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി വീണ്ടും വാദം കേൾക്കും. ജസ്റ്റിസ് ഗിരീഷ് കട്വാലിയുടെ ബെഞ്ചാണ് ജൂലൈയിൽ വീണ്ടും വാദം കേൾക്കുക. വാദം കേൾക്കൽ പൂർത്തിയാകുന്നതുവരെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് CMRL ആവശ്യപ്പെട്ടുവെങ്കിലും കോടതി അനുവദിച്ചില്ല. ഈ തീരുമാനമാണ് SFIOയ്ക്ക് നിർണായകമായത്. സ്റ്റേ നീങ്ങിയതോടെ തയ്യാറാക്കി വെച്ച കുറ്റപത്രം അതിവേഗം കേന്ദ്ര സർക്കാരിലേക്ക് കൈമാറി. വീണയെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള തീരുമാനവും അതിവേഗം വന്നു. എന്നാൽ വാദം കേൾക്കും വരെ തുടർ നടപടികൾ തടഞ്ഞ തീരുമാനം ഉണ്ടായിരുന്നുവെങ്കിൽ അന്തിമ വിധിക്ക് വേണ്ടി SFIOയ്ക്ക് കാത്തു നിൽക്കേണ്ടി വരുമായിരുന്നു. അങ്ങനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി അടക്കം തീരുമാനിച്ചത്. എന്നാൽ കേസ് അനന്തമായി നീളുന്ന സാഹചര്യം മനസ്സിലാക്കിയാണ് ഡൽഹി ഹൈക്കോടതിയിൽ കേസ് പരിഗണിച്ച പുതിയ ജഡ്ജി തീരുമാനമെടുത്തത്. മാസപ്പടി കേസിൽ SFIOയും EDയും നടത്തുന്ന അന്വേഷണങ്ങൾക്കെതിരെ CMRL ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പരിഗണിച്ച വേളയിൽ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള നടപടികൾ പാടില്ലെന്ന് ഹൈക്കോടതി വാക്കാൽ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് SFIOയ്ക്ക് തുടർ നടപടികളിലേക്ക് കടക്കാൻ സാങ്കേതികമായി കഴിയാതെ പോയത്. വീണ വിജയനെ SFIOയെ അറസ്റ്റ് ചെയ്യുമോ എന്ന ചോദ്യവും സജീവമാണ്. കുറ്റപത്രം തയ്യാറായ സ്ഥിതിക്ക് അതിന്റെ ആവശ്യമില്ല. എങ്കിലും വിചാരണ ഘട്ടത്തിലേക്ക് കേസ് നീങ്ങുന്നതിനാൽ വീണയ്ക്ക് കോടതിയിൽ നിന്നും ജാമ്യം നേടേണ്ടി വരും. അന്വേഷണ ഘട്ടത്തിൽ പലവട്ടം വീണ മൊഴി നൽകിയെന്നാണ് റിപ്പോർട്ട്. ഈ മൊഴികളിലെ വ്യക്തത കുറവും കേസിൽ നിർണായകമായി. കരിമണൽ കമ്പനിയായ CMRL സുഗമമായ പ്രവർത്തനത്തിനായാണ് എക്സാലോജിക്കിനുൾപ്പെടെ പണം നൽകിയതെന്നാണ് SFIOയുടെ വാദം. ഇടപാടുകളിലെ നികുതി കാര്യങ്ങൾ ആദായ നികുതി ഇന്റീം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയതാണെന്നും മറ്റ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നുമാണ് CMRLന്റെ വാദം. ബോർഡ് തീർപ്പാക്കിയാലും ക്രമക്കേട് അന്വേഷിക്കാൻ SFIOയ്ക്ക് അധികാരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ വാദിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന് കരിമണൽ കമ്പനിയായ CMRL പണം നൽകിയത് അഴിമതി തന്നെയാണെന്ന് SFIOയെ ഡൽഹി ഹൈക്കോടതിയിൽ നേരത്തെ വാദിച്ചിരുന്നു. SFIOയെ അന്വേഷണത്തിന് ഉത്തരവിട്ടത് നിയമപരമാണെന്നും അതിനെതിരെ CMRL നൽകിയ ഹർജി തള്ളണമെന്നും ആദായ നികുതി വകുപ്പും വ്യക്തമാക്കി. തുടർന്ന് കക്ഷികൾക്ക് അധികവാദം എഴുതി നൽകാൻ ഒരാഴ്ച സമയം അനുവദിച്ചാണ് ജസ്റ്റിസ് ചന്ദ്രധാരി സിംഗ് കേസ് ജനുവരി 20 വിധി പറയാൻ മാറ്റുകയും ചെയ്തത്. മാസപ്പടി ഇടപാട് ആരോപണം ആദായ നികുതി ഇന്റീം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയതാണെന്നും അതിനാൽ മറ്റ് അന്വേഷണം ആവശ്യമില്ലെന്നുമാണ് CMRLന്റെ പ്രധാന വാദം. എന്നാൽ ആദായ നികുതി സംബന്ധിച്ച കാര്യങ്ങൾക്കാണ് ഇത്തരം പരിരക്ഷയുള്ളതെന്നും അഴിമതി കണ്ടാൽ ബന്ധപ്പെട്ട ഏജൻസികൾക്ക് അന്വേഷണത്തിനായി കൈമാറാൻ നിയമം അനുവദിക്കുന്നുണ്ടെന്നും ആദായ നികുതി വകുപ്പും ചൂണ്ടിക്കാട്ടിയിരുന്നു.